ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഡെസേർട്ട് കപ്പാണ് ചെയ്യുന്നത്. കസ്റ്റാർഡ് ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ട് കപ്പാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അതിൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നിങ്ങൾക്ക് എളുപ്പം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഓൾറെഡി കസ്റ്റാർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കസ്റ്റാർഡിലേക്ക് ഞാൻ പഴവും ആപ്പിളും ചെറുതായി പീസസായി മുറിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് പൊടിച്ചത് വേണം. പിന്നെ കുറച്ച് നട്ട്സ് പൊടിച്ചത് ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് ചെറീസ്. ഇത് സെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചെറിയ കപ്പുകൾ ആവശ്യമുണ്ട്. നിങ്ങളെ കയ്യിൽ കപ്പുകൾ ഇല്ലെങ്കിൽ നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആയാലും മതി. പിന്നെ ഞാനിവിടെ പിസ്ത എസൻസ് ചേർത്തിട്ടുള്ള പിസ്തയുടെ ഫ്ലേവറിലുള്ള വിപ്പിംഗ് ക്രീമും പിന്നെ നമ്മുടെ സാധാ വിപ്പിംഗ് ക്രീമും കുറച്ച് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ചത് ഓരോ കപ്പിലും കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മധുരം ഇല്ലാത്ത റൂട്ട് ബിസ്ക്കറ്റ് പോലത്തെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ക്രഷ് ചെയ്താൽ മതി, നല്ലോണം പൊടിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഓരോ സ്പൂൺ വീതം കപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിതിൽ ബട്ടറൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ബട്ടർ ചേർക്കണമെങ്കിൽ ചേർക്കാം, കുഴപ്പമില്ല. ഞാൻ ബട്ടറൊന്നും ചേർക്കാതെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ 2 ടേബിൾ സ്പൂൺ വീതം കസ്റ്റാർഡ് ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ നമ്മുടെ നട്ട്സ് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ബദാമും കാഷ്യൂം ക്രഷ് ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. ഏത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതെല്ലാം കപ്പിൽ ഇട്ട് കൊടുക്കുക, ഓരോ ടീസ്പൂൺ വീതം. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ പിസ്ത ഫ്ലേവറിലുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിതിൽ ഒരു നോസിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നോസിൽ ഇടണമെന്ന് ആവശ്യമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. അത് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എല്ലാ ഗ്ലാസ്സിലും. ഇനി പിസ്തയുടെ എസെൻസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഏത് എസെൻസ് ആയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിലും ചെയ്യാം. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മുടെ ബാക്കിയുള്ള കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുക. ഇനി ബാക്കിയുള്ള നമ്മുടെ ബിസ്ക്കറ്റ് പൊടിച്ചതുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള നട്ട്സ് ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി വിപ്പിംഗ് ക്രീം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഐസ്ക്രീം ആയാലും മതി. ഐസ്ക്രീം ഇതേപോലെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ ചെറീസ് വെച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ ചെറീസ് ചെറിയ പീസസായി മുറിച്ചിട്ടുണ്ട്, അത് ഇതേപോലെ വെച്ചെടുക്കുക. അപ്പം നമ്മുടെ ഡെസേർട്ട് കപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പരിപാടികളോ പ്രോഗ്രാംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതേപോലെ
ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് കപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോയിൽ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.